ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു 22-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 12 മാജിക്കൽ ട്രിക്ക്. എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലായിരുന്നേ. പക്ഷേ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ, അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഒന്നുകൂടി എഴുതി നോക്കുമെന്ന്, വിശ്വാസത്തോടു കൂടി ഒന്നുകൂടി എഴുതി നോക്കും, റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതേണ്ട ആ ഒരു 12 എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അന്ന് 22-ാം തീയതി തൊട്ട് ഞാൻ ഇന്ന് 28, 22, 23, 24, 25, 26, 27, 28 ഏഴാമത്തെ ദിവസം ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. എന്താണ് കാര്യമെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണം. കാരണം എനിക്ക് നടന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് നടന്നതും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യണം. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ 12 എഴുതിയ കാര്യം സാധിച്ചു. അപ്പം ഞാൻ രജനി വയലാർ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെയാണ് ആ ഒരു വീഡിയോ അവരുടെ ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂസിനേക്കാട്ട് ഉപരി കമൻറ്റ്, അവർക്കെല്ലാം റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ കണ്ടത് ചേച്ചിയുടെ ചാനലല്ല കേട്ടോ. ആദ്യം ഞാൻ കണ്ടത് വേറൊരു ചാനൽ, ഒരു അമ്പിളി എന്ന് പറഞ്ഞൊരു അമ്പിളി എന്നാന്ന് തോന്നുന്നു, മറന്നുപോയി കേട്ടോ ഞാൻ ആ പേര്. ആ ആൻറ്റിയുടെ ചാനൽ കണ്ടപ്പം, ആ ചേച്ചിയുടെ ചാനൽ കണ്ടപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് നോക്കി, വേറെ 2-3 പേര് ചെയ്ത് നോക്കി. അങ്ങനെ ഒറിജിനലിലോട്ട് ഞാൻ പോയപ്പോൾ തന്നെ ലാസ്റ്റ് ആട്ടോ ആ രജനി എന്ന് പറയുന്ന ആ ആൻറ്റിയുടെ ആണ് ഈ വീഡിയോ എന്നും പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ആ ചേച്ചിയുടെ അവരുടെ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച് നോക്കി. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആ രജനി എന്ന് പറയുന്ന രജനി വയലാർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ, അല്ലെങ്കിൽ 12 രജനി വയലാർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോസിൻ്റെ കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടം പോലെ റിസൾട്ടാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ആദ്യം കണ്ട ചാനലിൻ്റെ ആ ഒരു വിശ്വാസം, വലിയ വിശ്വാസം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു കേട്ടോ. ചുമ്മാ ജസ്റ്റ് വലിയ ഉഴപ്പിയ ആക്കി ഞാനൊരു ആഗ്രഹം ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ രജനി വയലാർ എന്ന് പറഞ്ഞ അവരുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ എനിക്കൊരു ഭയങ്കരമായിട്ട് വിശ്വാസം വന്നതുപോലെ, എന്തോ ഒരു മനസ്സിനകത്ത് അത് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതിയാണ് ഞാൻ 22-ാം തീയതി തൊട്ട് 6 തൊട്ട് 7 മണി വരെ സമയം പറയുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നമുക്കതിന് സമയമുണ്ട്. നീലമഷിയോ പച്ചമഷിയോ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് നമ്മുടെ ഇടത്തെ കൈയിലെ മോതിര വിരലിലാണ് 12 എന്ന് എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മളത് ഒരു 5 മിനിറ്റ് നമ്മളത് പ്രാർത്ഥിക്കുക. മറ്റു ചിന്തകളും കാര്യങ്ങളും എല്ലാം മറന്ന് ഈ ഒരു ആവശ്യം, നമ്മൾ ഏത് ആവശ്യമാണോ വേണ്ടുന്നത് ആ ഒരു ആവശ്യം മാത്രം പറയുക. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല നമ്മൾ ആദ്യം അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കരുതി പ്രാർത്ഥിച്ച് നന്ദി പറയുക. അതായത് നമുക്ക് കിട്ടി എന്ന് വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ട ദിവസങ്ങളെന്ന് വെച്ചാൽ 21 ദിവസം ചെയ്യണമെന്നാണ് പറയുന്നത്. 21 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്ന് രജനി എന്ന് പറയുന്ന ആ ചേച്ചി ഭയങ്കര വിശ്വാസത്തോടു കൂടി, ഒരു 101% ഉറപ്പോടു കൂടിയാണ് അവരത് പറയുന്നത് കേട്ടോ. അപ്പം തന്നെ നമുക്ക് വിശ്വാസം കയറും. അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ട് ആദ്യത്തെ എനിക്ക് അത്ര വിശ്വാസം ഇല്ല, അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതെനിക്ക് എന്തോ അത് വലിയ സിമ്പിളായിട്ടാണ് ആ ചേച്ചി പറയുന്നത്. അല്ലാതെ പഠിച്ചു വെച്ചിട്ടോ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വാക്കുകളും ആ രജനി എന്ന് പറയുന്ന ചേച്ചിയുടെ വായിൽ ഞാൻ കണ്ടില്ല. നമുക്ക് എപ്പോൾ വരുന്ന വാക്കുകൾ എന്താണോ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പം തന്നെ ഒരു വിശ്വാസം തോന്നി, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. 22-ാം തീയതി തൊട്ട് ഞാൻ വിശ്വാസത്തോടു കൂടി, അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യം മനസ്സിൽ കണ്ട് ഞാനത് എഴുതി. 7-ാമത്തെ ദിവസമായപ്പം എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം എനിക്ക് വിശ്വാസം ഇല്ലാതെ ചെയ്ത ആൾ തന്നെയാണ് ഞാൻ, പക്ഷേ എനിക്കിപ്പം ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നു. അപ്പോൾ രജനി വയലാർ എന്ന് പറയുന്ന ചേച്ചിയോട് അല്ലെങ്കിൽ ആൻറ്റി അവരോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്.
അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. കമൻറ്റും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ആ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. അപ്പം നമ്മളൊരാഗ്രഹം സാധിച്ച് കഴിഞ്ഞാൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. 21 ദിവസം പിന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് എത്രാമത്തെ ദിവസമാണോ നമ്മുടെ ആഗ്രഹം സാധിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം കേട്ടോ. വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. നൊയമ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ 6 തൊട്ട് 7 വെള്ള ഒരു സമയത്തിനകത്ത് നീലമഷിയോ പച്ചമഷിയോ ഇത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുക. അരമണിക്കൂറത്തേക്ക് അത് മായരുത് കേട്ടോ. അത് പറയുന്നുണ്ട്, അരമണിക്കൂറത്തേക്ക് അത് മായരുത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കുക. എന്നിട്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. കാരണം എങ്കിലേ നമുക്ക് ഒരുപാട് പേരിലോട്ട് എത്തിക്കാം. ഇപ്പം തന്നെ ഒരുപാട് പേര് ഇത് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ എല്ലാവരും വീണ്ടും ഇനി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജനി വയലാർ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ അടിച്ച് നോക്കിയാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചേച്ചിയുടെ ആ ഒരു വീഡിയോ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയതാണ്. എനിക്ക് പിന്നെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഞാൻ അത് റിവ്യൂ ജെനുവിനായിട്ട് തന്നെ വന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ അതിലും ജെനുവിനായിട്ട് വന്ന് പറയുകയാണ്, എനിക്ക് ആ റിസൾട്ട് കിട്ടി കേട്ടോ. എനിക്ക് ആഗ്രഹം സാധിച്ചു. ഇനി ഞാൻ അടുത്ത ആഗ്രഹം സാധിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ എഴുതും തീർച്ചയായിട്ടും. അപ്പം ഒന്നിൽ പഴിച്ചാൽ 3 എന്ന് പറയുന്ന പോലെ തന്നെ 3 വട്ടം ചെയ്ത് നോക്കാം. 3 കാര്യങ്ങൾ നടക്കുന്നതെന്നറിയാം. അന്നേരം ചെയ്ത് നോക്കുന്നുണ്ട്, ഞാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ 7ാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. അപ്പം രജനി വയലാർ ചേച്ചിയോട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ അടിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പക്ഷെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 12 എഴുതി നിങ്ങളുടെ റിസൾട്ട് ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.